بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഡോക്ടർ ഫൈസൽ ഗസാവിയാണ് മക്കയിൽ സംസാരിച്ചത്, ഖുതുബ ഓതിയത് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം നമ്മുടെ ഇഹത്തിലും പരത്തിലുമുള്ളതായ ജീവിതത്തിൽ നാം ഖേദത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിരൽ കടിക്കാതിരിക്കാൻ വേണ്ടിയും നാം നമ്മുടെ ജീവിതത്തിൽ ഇഹത്തിൽ ജീവിക്കുമ്പോൾ ഇഹത്തിലുള്ളതായ ജീവിതത്തിൽ ഇന്നത് ഞാൻ ചെയ്തില്ലല്ലോ, ഇന്നത് ഞാൻ പ്രവർത്തിച്ചില്ലല്ലോ, ഇന്ന രൂപത്തിൽ ചെയ്താൽ നല്ലതായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കാതിരിക്കുവാനും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ മഹാദുഃഖത്തിൻ്റെ ദിവസമെന്ന് അള്ളാഹു പേര് വെച്ചതായ തഗാബുനി എന്ന ആ ദിവസത്തിൽ, അഥവാ ഖേദിക്കുന്ന ദിവസം, ഖേദം പ്രകടിപ്പിക്കുന്ന ദിവസം, ഖേദിച്ചതിന് ഫലമില്ലാത്ത ദിവസം, അങ്ങനെയുള്ള ദിവസത്തിലേക്ക് വേണ്ടിയുള്ളതായ അമലുകൾ ചെയ്യാതെ അത് നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്തതായ വിഭാഗം നേരിടുന്നതായ പ്രയാസം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ആ പ്രയാസത്തിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ മാധ്യമം കൈക്കൊള്ളാൻ വേണ്ടി നമ്മുടെ ദീൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും, അതിനെക്കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ആയത്തുകളും നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചതായ ഹദീസുകൾ എന്നിട്ട് ചിലതും ചർച്ചക്കെടുത്തതായിട്ട് ഇന്ന് ഡോക്ടർ ഫൈസൽ ഗസാവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തെയാണ് ആദ്യം അദ്ദേഹം തുടങ്ങി വെച്ചത്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യത്തെ നീ 5 മുമ്പായി നീ ഉപയോഗപ്പെടുത്തുക. 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വത്തെ നിനക്ക് വാർദ്ധക്യമുണ്ടാകുന്നതിന് മുമ്പായി. അപ്പോൾ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ഉള്ളതാണല്ലോ, ഉള്ള ഘട്ടത്തിന്റെ പേരാണല്ലോ യുവത്വം എന്നത്. ആ യുവത്വത്തെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തുക. അത് ദുനിയാവിന്റെ കാര്യത്തിലാവട്ടെ ആഖിറത്തിന്റെ കാര്യത്തിലാവട്ടെ. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ യുവത്വം എന്നത് നിലനിൽക്കുന്നതല്ല, സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതായ ഒരു നിഅമത്തല്ല, അതൊരു മഹാനിഅമത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പല സന്ദർഭത്തിലായിട്ട് അതിന്റെ പ്രത്യേകത നമുക്ക് കാട്ടിത്തരാൻ വേണ്ടി റബ്ബ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അൽ കഹ്ഫ് എന്നതായ ആ മാളത്തിന്റെ അകത്ത് അഭയം തേടി അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ മഹാത്മാക്കളാകുന്ന സാലിഹീങ്ങളുടെ ജീവിതത്തിലേക്ക് അവര് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പരാക്രമിയായ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പരാക്രമികളുടെ ആ ഭരണകൂടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സത്യം പ്രഖ്യാപിച്ചതായ ആ വിഭാഗത്തെ കുറിച്ച് അള്ളാഹ് ചർച്ച ചെയ്തപ്പോൾ അവിടെ അള്ളാഹു ഉപയോഗിച്ചത് ഇന്നഹും ഫിത്യ, അവര് യുവാക്കളായിരുന്നു എന്ന പദമായിരുന്നു. അപ്പോൾ യുവത്വം എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ചോരത്തളപ്പുള്ളതായ തുറിച്ചു കാണുന്നതായ യുഗമാണ്, സന്ദർഭമാണ്. ആ സന്ദർഭത്തെ അത് ശരിക്ക് അവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇഹത്തിലും നഷ്ടപ്പെടും, ഇഹത്തിലും ഖേദിക്കും, പരത്തിലും നഷ്ടപ്പെടും, പരത്തിലും ഖേദിക്കും. ഇഹത്തിൽ അവന് ലഭിക്കുന്നതായ നേട്ടങ്ങൾ നേടാനുള്ളതായ ചാൻസ് അവന് ലഭിക്കാത്തത് കാരണത്താൽ ഖേദിക്കും. ഒരു പക്ഷേ ഭൗതിക നേട്ടമായിരിക്കാം, ഭൗതിക നേട്ടം സമ്പാദിക്കാനുള്ള ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അത് അവന്റെ കസല് കാരണത്താൽ, അവന്റെ മടി കാരണത്താൽ അത് നീക്കി അത് സൗഫ എന്ന മുസ്ലിങ്ങളുടെ നിഘണ്ടുവിൽ നിന്നിട്ട് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നാം ഒഴിവാക്കേണ്ടതായ ഒരു പദമാണ് സൗഫ സീൻ എന്ന് പറഞ്ഞാൽ പിന്നെയാവാം എന്നത്. അത് നല്ല കാര്യത്തിൽ ഒരിക്കലും സൗഫ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നല്ല കാര്യം ഖൈറുൽ ബിർരി അജലുഹു എന്നാണ് അറബി പഴമൊഴി. ഖൈറുൽ ബിർരി, നന്മയിൽ ഉത്തമമായ
നന്മ അജലഹു, അത് പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന നന്മയാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നന്മകൾ ഭൂമിയിൽ ദുനിയാവിന് വേണ്ടി ചെയ്തതായ ആ നന്മകൾ തന്നെ അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ ഖേദിക്കും ദുനിയാവിൽ എന്നതുപോലെ തന്നെ പരലോകത്തിലേക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഈ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പരലോകത്തിലേക്ക് എത്തുമ്പോൾ വിരല് കടിക്കും, കൈ കടിക്കും. പരാക്രമി അവന്റെ രണ്ട് കൈയിനെയും കടിക്കുമെന്നാണല്ലോ ഖുർആനിന്റെ ശൈലി. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞത് ശബാബക ഖബല ഹറമിക, നിന്റെ യുവത്വത്തെ നീ എന്ത് ചെയ്യുക, ശരിക്കും ഉപയോഗപ്പെടുത്തുക. നിനക്ക് ഹറമ് വരുന്നതിന് മുമ്പായി, അഥവാ വാർദ്ധക്യം വരുന്നതിന് മുമ്പായിട്ട്. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ നിന്റെ മുത് വളയുകയില്ല, നിന്റെ കാല് വളയുകയില്ല, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുമ്പ് ചെയ്തതുപോലെ വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ നിനക്ക് ചെയ്യേണ്ടതായ, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ സൽക്കർമ്മങ്ങൾ അപ്പോൾ ചെയ്താലും യുവത്വം തൊളുമ്പുന്ന സന്ദർഭത്തിൽ ചെയ്തതുപോലെ ആകുന്നതല്ല, പ്രതിഫലത്തിലും അല്ല, അപ്രകാരം തന്നെ ചെയ്യുന്ന അമലിന്റെ രൂപത്തിലും അല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുക, നിനക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പായിട്ട്. ആർക്ക് എപ്പോൾ ഏത് രോഗം പിടിപെടുമെന്നത് ആർക്കും പറയാൻ പറ്റുന്നതല്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മരണം പോലത്തെ ഒരു സംഭവമാണത്. എല്ലാവർക്കും വിശ്വാസമുള്ള നിരീശ്വരവാദി വരെ നിർമ്മതവാദി വരെ വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് അല്പം കഴിഞ്ഞാൽ എന്ത് രോഗം ബാധിക്കുമെന്നത്, എന്ത് രോഗം പിടിപെടുമെന്നത് ആർക്കും പറയാൻ സാധിക്കുന്നതല്ല. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ഒരു ഭാഗം തളരുന്നു, അവൻ തളർന്നു വീഴുന്നു. അതുപോലെ തന്നെ വാതരോഗം പിടിപെടുന്നു. അതുപോലെ തന്നെ പല ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഉണ്ടാകുന്നതായ പ്രത്യേക പണ്ട് കാലങ്ങളിൽ ഇല്ലാത്തതായ രോഗങ്ങളൊക്കെ പിടിപെടുന്നു. ഇതൊന്നും എപ്പോൾ ആർക്ക് പിടിപെടുമെന്നത് ആർക്കും പറയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കൊറോണ യുഗത്തിൽ നമുക്ക് നല്ല പാഠമാണ് ആ വിഷയത്തിലുള്ളത്. ആർക്ക് എവിടെ എപ്പോൾ സംഭവിക്കുമെന്നത് അറിയാത്തതും ജനങ്ങൾ ഞെട്ടിപ്പോയതും ജനങ്ങൾ ശക്തികൾ മുഴുവനും കീഴ്വണങ്ങിപ്പോയതും മൗനം ദീക്ഷിച്ചതുമായതായ ഒരു മഹാ അത്ഭുത സംഭവമാണല്ലോ ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ വിട്ടുകടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിനെ നാം നടപ്പാക്കുകയാണെങ്കിൽ നിന്റെ ആരോഗ്യത്തിനെ നീ ഉപയോഗപ്പെടുത്തുക, ഖബല സഖമിക, നിനക്ക് രോഗം പിടിപെടുന്നതിന് മുമ്പായിട്ട്. നിന്റെ കൂടെയുള്ളതായ ആ സമ്പന്നതയെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തുക, ഖബല ഫഖറിക, നിനക്ക് ഫഖർ വരുന്നതിന് മുമ്പായിട്ട്. ആര് എപ്പോൾ ഫഖീറാകുമെന്നത് അത് കോടീശ്വരന് വരെ പറയാൻ പറ്റുന്നതല്ല. എത്രയോ കോടീശ്വരന്മാരെ നാം കാണാറുണ്ട്. നോടിയിട കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിത രീതി മാറുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നതായ അനുഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് കത്തി നശിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ഏതെങ്കിലും രൂപത്തിൽ അവനിൽ നിന്നിട്ട് ആ ഐശ്വര്യം അവസാനിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അവൻ ഫക്കീറായി മാറുന്നു. അപ്പോൾ ഒരാളുടെ കൂടെ ഗിനയുണ്ടെങ്കിൽ, അഥവാ അദ്ദേഹം ഐശ്വര്യവാനാണെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ ആ സന്ദർഭത്തെ ശരിക്കും അവൻ ഉപയോഗപ്പെടുത്തുക. അത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കൽ കൊണ്ടും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തൽ കൊണ്ടും അതിലൂടെ അള്ളാഹുവിന് വേണ്ടിയുള്ളതായ ഇബാദത്തുകൾക്ക് സഹായകമാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കൽ കൊണ്ടും ആ ഇനയെ ശരിക്കും ഉപയോഗപ്പെടുത്തുക. റസൂൽ തുടരുന്നു. അതുപോലെ തന്നെ നിന്റെ ഒഴിവുള്ള സമയത്തെ, നിനക്ക് തിരക്കും ദുഃഖം വരുന്നതായ സമയത്തിന് മുമ്പായിട്ട് നീ നിന്റെ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുക. നിനക്ക് എപ്പോൾ ഒഴിവുണ്ടാകുമെന്നത് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ഒഴിവ് നിന്റെ കൂടെയുണ്ട്, അത് നീ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ആ ഒഴിവ് ഇനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒഴിവ് ഉണ്ടായാൽ തന്നെ ഒരു പക്ഷെ ആ ഒഴിവുള്ള സമയത്ത് നിനക്ക് ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിന്റെ കൂടെയുള്ളതായ ഒന്നിനും ഉറപ്പില്ല. ഇതെല്ലാം നമ്മോട് കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകുന്നതായ നശ്വരത്തിലേക്ക് മുന്നിട്ടുകൊണ്ടിരിക്കുന്നതായ ഒന്നാണ് ഈ നിഅമത്തുകളെല്ലാം. അതുകൊണ്ട് നിന്റെ കൂടെയുള്ളതായ ഫറാഗിനെ, ഒഴിവിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുക. അത് ആ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ മദീനയിൽ എന്റെ സ്ഥിരമായി മസ്ജിദ് അബീദറിലൊക്കെ ക്ലാസ് നടക്കുന്ന സമയത്ത് ക്ലാസ് മെമ്പർമാരായ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർക്ക് കേട്ട് പരിചയമുള്ള കാര്യമായിരിക്കാം. നാം സിഗ്നലിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ സിഗ്നല് ചോപ്പാണ് വരുന്നതെങ്കിൽ അവിടെ എണ്ണാൻ ആരംഭിക്കും. ഒരു പക്ഷേ 100ന്റെ മീതിയായിരിക്കും എണ്ണുക. ആ സന്ദർഭത്തിൽ നമുക്ക് അവിടെ ഒരു ഫറാഗ് ഉണ്ട്, അവിടെ ഒരു ഒഴിവുണ്ട്. ആ ഒഴിവ് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. എന്താണ് ചെയ്യാൻ പറ്റുക? അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല
സജ്ജനങ്ങളെ വിശേഷിപ്പിച്ച കൂട്ടത്തിൽ എണ്ണീറ്റുമുണ്ട്. അങ്ങനെയുള്ള ദിക്ർ നമുക്ക് ഏത് സന്ദർഭത്തിലും ചെയ്തുകൊണ്ടേ ഇരിക്കാം. കക്കൂസിലല്ലാത്ത, വിരോധിക്കപ്പെട്ട സമയത്തല്ലാത്ത സന്ദർഭത്തിലെല്ലാം നമുക്ക് അള്ളാഹുനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കാം, അള്ളാഹുനെ ഓർത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ 100 സെക്കൻഡാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആ സിഗരയിൽ വരുമ്പോൾ ബാക്കി ശേഷിക്കുന്നതെങ്കിൽ 100 പ്രാവശ്യം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ സുബ്ഹാനല്ലാഹ് എന്നോ അൽഹംദുലില്ലാഹ് എന്നോ അല്ലാഹു അക്ബർ എന്നോ പറയാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഫറാഗക ഖബല ശുഗ്ലിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സാഹിത്യ ശൈലിയിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നതായ ആ രൂപമാണിത്. നിന്റെ ഒഴിവിനെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഖബല ശുഗ്ലിക, നിനക്ക് ശുഗ്ലുണ്ടാകുന്ന, നിന്റെ ആ ഒഴിവ് നഷ്ടപ്പെട്ട് നിനക്ക് ധാരാളം ജോലികൾ നിനക്ക് വന്നുകൂടുന്നതും ആ ജോലി കാരണത്താൽ ദുനിയാവിലെ ജോലിയായിരിക്കാം അധികവും, അതെല്ലാം നിനക്ക് വന്നുകൂടുമ്പോൾ പിന്നെ നിനക്ക് മുമ്പുള്ളതായ ആ ഒഴിവ് നിന്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ, മറ്റു പല യാത്രയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ പല പ്രശ്നങ്ങളിലേക്ക് നേരിടുമ്പോൾ അതിൽ നാം മുഴുകുന്ന സന്ദർഭത്തിൽ നമുക്ക് പിന്നെ ആ ഉണ്ടായിരുന്നതായ ഒഴിവ്, ഉണ്ടായാൽ തിരക്കേടില്ലായിരുന്നേനെ, അല്പസമയം കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നേനെ, ഞാനൊന്ന് വിശ്രമിച്ച്, ഞാനൊന്ന് അള്ളാഹുനെ സ്മരിച്ച്, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച്, ഞാൻ അല്പം ഖുർആൻ ഓതി ഞാൻ അള്ളാഹുലേക്ക് അടുക്കാൻ പരിശ്രമിച്ചിരുന്നേനെ എന്ന് ഖേദിക്കുന്ന സമയം വരും. വഹയാതക ഖബല മൗതിക, നിന്റെ ജീവന സകലം നീ ഉപയോഗപ്പെടുത്തുക. നിനക്ക് മരണമാസന്നമാകുന്നതിന് മുമ്പ്, നിനക്ക് എപ്പോൾ മരണമാസന്നമാകുമെന്നത് ആർക്കും പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ മരണമാസന്നമാകുമെന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വരവാദി വരെ, നിർമ്മതവാദി വരെ, ലോകത്തിൽ യുക്തിവാദി വരെ എല്ലാ ഇനത്തിൽപ്പെട്ടവരും ഉറപ്പാക്കി വെച്ചതായ ഒരു കാര്യമാണ് ഈ ലോകത്തോട് ഞാൻ വിട വാങ്ങേണ്ടതുണ്ട് എന്ന വാർത്ത. അപ്പോൾ നാം എല്ലാം ഇവിടുന്ന് വിട വാങ്ങേണ്ടവരാണെന്ന് ഉറപ്പാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളായ നീണ്ട കോടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായ, അറ്റമില്ല നീണ്ടു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നാം ഇവിടെ ഈ ലോകത്തിൽ നിന്നിട്ട് ആ ലോകത്തിലേക്കുള്ളതായ ഒരുക്കം, തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. വഹയാതക ഖബല മൗതിക, ഹയാത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ, ഖബല മൗതിക, നീ മരണപ്പെടുന്നതിന് മുമ്പായിട്ട്. അവൾ മരണം ആസന്നമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാതെ, സ്മരിക്കാതെ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ, അള്ളാഹുവിനുള്ള ആരാധനകളെ സമർപ്പിക്കാതെ, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ ജീവിച്ച വിഭാഗം എന്ത് പറയും? ഇർജിഊൻ, എന്നൊന്ന് മടക്കൂ എന്ന് ആവശ്യപ്പെടും. റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമൽ സാലിഹൻ ഫീമാ തറക്ത്, ഞാനൊന്ന് ഭൂമിയിലേക്ക് മടങ്ങി കിട്ടിയാൽ ഒന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഒന്ന് തൗബ ചെയ്യട്ടെ, ഒന്ന് പാശ്ചാത്തപിക്കട്ടെ എന്ന് പറയുന്ന ആ പ്രയാസമുള്ള സന്ദർഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഹയാതക, റസൂൽ പറയുന്നു, നിന്റെ ഈ ജീവിതത്തെ, നിനക്ക് ജീവിക്കാനുള്ള ചാൻസ് അല്ലാഹു തന്നു, ആ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഖബല മൗതിക, നിന്റെ മരണത്തിന് മുമ്പായിട്ട് എന്ന്. ഈ 5 കാര്യത്തെ നാം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഇഗ്തിനാം ചെയ്യുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏത് സന്ദർഭത്തിലും സന്തോഷിക്കാൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, നമുക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് മരണമാസന്നമാകുന്ന സമയത്ത് അതിഥിയെ സൽക്കരിക്കാൻ വരുന്നത് പോലെ നമ്മുടെ അടുക്കിലേക്ക് വരുന്നതും നമ്മളോട് സന്തോഷവാർത്ത നൽകുന്നതും ആണെന്ന് ഖുർആൻ സ്ഥിരീകരിച്ചതാണ്. അതിനും പുറമെ പരലോകത്തിലേക്ക് എത്തുന്നതുവരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതും, പരലോകത്തിൽ നമ്മെ അതേ മലക്കുകൾ അഥവാ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ കാവൽക്കാരായിട്ട് നിർത്തിയതായ മലക്കുകൾ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾ നല്ലവരാണ്, കാരണം നിങ്ങൾ നല്ലത് ചെയ്തതുകൊണ്ട് നല്ലവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്ഥിരമായി താമസിച്ചോളീൻ, നിങ്ങളുടെ തോട്ടങ്ങളാണിത്, നിങ്ങൾക്കുള്ള രമ്യഹർമ്മ്യങ്ങളാണിത്, നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ് ഇത് എന്ന് അവിടെ നിന്ന് പറയപ്പെടും. അതെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഊന്നിപ്പറഞ്ഞത് മക്ക ഇമാമ് അമലിന്റെ കാര്യമാണ്, പ്രവർത്തനത്തിന്റെ കാര്യമാണ്. അമൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ, നാം ചെയ്തു തീർക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതായ ചില അമാലുകളുണ്ട്. ആ അമാലുകൾ ദുനിയാവിന്റെ കാര്യത്തിലുമുണ്ട്, ആഖിറത്തിന്റെ കാര്യത്തിലുമുണ്ട്. അത് ചെയ്തു തീർക്കുകയാണെങ്കിൽ, അതിൽ മനക്കെട്ട് പ്രയാസപ്പെട്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല എന്നതാണല്ലോ നാം കേട്ടത്. അതിനെക്കുറിച്ച് മക്ക ഇമാം സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞതായ വിഷയങ്ങളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹദീസിനെ അദ്ദേഹം ഉണർത്തുകയുണ്ടായി. ഖിയാമത്ത് നാൾ നിലനിന്ന് കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളായി എന്ന് കേട്ടു.
എന്നിട്ട് അതിന്റെ അടയാളങ്ങളൊക്കെ ഇവിടെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു മുളയുണ്ട്, അല്ലെങ്കിൽ ഒരു തൈയുണ്ട്. അത് ഈത്തപ്പനയുടേതാവട്ടെ അല്ലെങ്കിൽ തേങ്ങയുടേതാവട്ടെ എന്തൊന്നുമാവട്ടെ. റസൂൽ പറയുന്നു, അവന് നടാൻ പറ്റുമെങ്കിൽ നടട്ടെ, അവൻ ഖിയാമത്ത് അടുത്തല്ലോ, എന്താണ് നീ ഫലം കിട്ടുന്നത് നട്ടു കഴിഞ്ഞാൽ എന്ന് വിചാരിക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്ര വിശാലമായ അർത്ഥത്തെയാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതായ ഈ ഉപദേശത്തിൽ ഉൾക്കൊള്ളിപ്പിച്ചത്. അത് സാഹിത്യ ശൈലി. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അല്ലാഹ് നൽകിയതായ 5 കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് സംസാരിച്ചാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന, സാഹിത്യ ശൈലിയിലൂടെ സംസാരിക്കാൻ പറ്റുന്ന കഴിവ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവിൽപ്പെട്ടതാണ് നാം കേട്ടത്. നാം ഖിയാമത്ത് നാൾ അടുത്താൽ പോലും, അടുത്ത് എന്ന് വാർത്ത കേട്ടാൽ പോലും നമ്മുടെ കൂടെയുള്ളതായ ആ തയ്യിനെ നാം നടണം. എന്നിട്ട് മരിക്കാൻ പോവല്ലേ, ഇനിയെന്ത് പ്രയോജനം എന്ന് പറയരുത് എന്നിരിക്കുമ്പോൾ നമുക്ക് എത്ര കാര്യങ്ങൾ, നമുക്ക് ഇഹത്തിൽ ഫലം കിട്ടുന്ന കാര്യങ്ങൾ നാം മടി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ നാം നഷ്ടപ്പെടുത്തുന്നു. അത് ദുനിയാവിന്റെ കാര്യമാണ്. ഇനി പരലോകത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. എത്ര ദിക്റുകൾ, എത്ര തസ്ബീഹുകൾ, എത്ര തഹ്മീദുകൾ, എത്ര സലാത്ത്, റസൂലുള്ളാഹിന്റെ പേരുള്ള സലാത്ത് ചെല്ലാനുള്ള ചാൻസുകൾ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൽ സലാത്ത് പ്രത്യേകിച്ച് റസൂലിനെ ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്താതെ നമ്മൾ നിന്നിട്ട് ജുമഅകൾ ധാരാളം പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമ്മൾ നിന്നിട്ട് ധാരാളം സൽക്കർമ്മം ചെയ്യാത്ത ദിവസങ്ങൾ നമ്മളോട് വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതൊക്കെ നമുക്ക് ഫർളാണ് ഉപേക്ഷിച്ചതെങ്കിൽ നമ്മുടെ വിരൽ അടിക്കേണ്ടി വരും, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. സുന്നത്താണ് ഉപേക്ഷിച്ചതെങ്കിൽ നമുക്ക് ഖേദിക്കേണ്ടി വരും പരലോകത്തിലോ. അയാളെത്തിയ ഗ്രേഡിലേക്ക് എനിക്കെത്താൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടോടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ബദന്നാസ്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതായ വ്യക്തിയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ നമുക്ക് ലോകത്തിനാസകലം മാതൃക നൽകുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹിന്റെ അമലുണ്ടായത്. രാത്രിയിൽ അവര് നീണ്ട നിസ്കാരം നടത്തും. ഏതുവരെ? റസൂലുള്ളാഹിന്റെ കാലുവരെ വീർത്തു പോകും. നിന്ന് നമസ്കരിച്ച് ദീർഘിപ്പിച്ചത് കാരണത്താൽ ആയിഷയും ചോദിച്ചു റളിയല്ലാഹു തആല അൻഹ, ബിലാലും ചോദിച്ചു റളിയല്ലാഹു തആല അൻഹു, എന്തിനാണ് ഇത്രയും കൂടുതൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? അപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. അവരുടെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് അള്ളാഹു കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ സർവ്വ ദോഷത്തെ പുറത്തു തന്നിട്ടില്ലേ റസൂലെ? നിങ്ങൾ എന്തിനാണ് റസൂലെ ഇത്രയും പ്രയാസപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രയാസത്തെ നോക്കിയിട്ട് അവർ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ഇത്രയും റബ്ബ് നന്മ എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ ചെയ്തതായ, എന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിയതായ, എന്റെ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ പുറത്തു തന്നതായ ആ റബ്ബിന് ഞാൻ നന്ദിയുള്ള വ്യക്തിയാവേണ്ടതില്ലേ ആയിഷ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. നോക്കുക, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് കേട്ട് പരിചയമുള്ള വ്യക്തിത്വമാണ്. സഅദ് ഇബ്നു മുആദ് എന്നൊക്കെ പറഞ്ഞാൽ 36 വയസ്സിലാണ് അദ്ദേഹം ഷഹീദായത്. അദ്ദേഹം ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുത്ത് അതുവരേക്കും അദ്ദേഹം 6 വർഷമാണ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയിട്ട് ജീവിച്ചത്. അദ്ദേഹം മുസ്ലിമായിട്ട് ജീവിച്ചത് 6 വർഷം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അമല് കാരണത്താൽ അദ്ദേഹം വഫാത്തായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശ് കിടുകിട വിറച്ചു എന്നതായ വാർത്ത നാം കേൾക്കുമ്പോൾ എന്താണ് സഅദ് കാട്ടിയത്? 6 വർഷത്തിലൂടെ അദ്ദേഹത്തിന്റെ അമലാണ് അതിന്റെ കാരണം, അദ്ദേഹം ചെയ്തതായ അമലാണ് അതിന്റെ കാരണമെന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സലഫ് സാലിഹീങ്ങളിൽ പ്രത്യേകിച്ച് സഹാബാക്കൾ നിന്നിട്ട് നമുക്ക് പാഠം പഠിക്കാനുള്ള, റസൂൽ നിന്നിട്ട് പഠിച്ചതുപോലെ പഠിക്കേണ്ടതുപോലെ ഇതാ നമുക്ക് ഉദാഹരണമായിട്ട് മക്ക ഇമാമ് മഹാനായ സഅദിനെയും മുമ്പിൽ വെക്കുന്നു. അതുപോലെ തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ താബിഈങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടുന്നതായ അതാ ഇബ്നു റവാഹ് എന്ന ഒരു മഹാനേതൃത്വം നമ്മിൽ വിട്ട് കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നേതാക്കൾ ആദരിച്ചിരുന്നു. മക്കയിൽ നേതാക്കൾ വന്നാൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുത്തിരുന്ന നേതാക്കൾ ആ കാലഘട്ടത്തിൽ താബിഈങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടുന്നതായ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കോലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നീഗ്രോ ആണ്, കറുത്ത വ്യക്തിയാണ്, മൂക്ക് ചട്ടയായ വ്യക്തിയാണ്, അദ്ദേഹം കണ്ണിൽ അവറാണ്, ശരിക്ക് പരിപൂർണമായി കാണാൻ പറ്റുന്ന വ്യക്തിയല്ല. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുടെ അടുക്കൽ ഭൗതികമായ ഗെറ്റപ്പ് ഇല്ലാത്ത വ്യക്തിയാണ്.
കണ്ടാൽ നോക്കാൻ തോന്നൂല. അത്രയും വിരൂപിയായ ശൈലിയാണ് അദ്ദേഹത്തിന്റെ ആ ശരീരാകൃതി. പക്ഷേ അദ്ദേഹം രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ 200ഓളം ആയത്തുകൾ അദ്ദേഹം ഒരേ രാത്രിയിൽ, ചിലപ്പോൾ ഒരേ റക്അത്തിൽ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു. അതുപോലെയുള്ള നമസ്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങൾ. അതിനും പുറമെ അദ്ദേഹം ധാരാളം ഹദീസുകൾ മനഃപ്പാടമിട്ടുകൊണ്ട് മറ്റുള്ള സഹാബാക്കളിൽ നിന്നിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് കാരണത്താൽ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതായ മഹാത്മാക്കൾ മക്കയിൽ വന്നാൽ അദ്ദേഹത്തെ തേടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. നേതാക്കൾ വരെ അവരെ ബഹുമാനിക്കാറുണ്ടായിരുന്നു, അമീറമാര് വരെ ബഹുമാനിക്കാറുണ്ടായിരുന്നു എന്നാണ് നാം കേൾക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അദ്ദേഹത്തിന്റെ അമലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അമല് അദ്ദേഹത്തിന് ദുനിയാവിൽ സ്റ്റാൻഡേർഡ് ഉയർത്താൻ സാധിച്ചു. പരലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകേണ്ടതായ ആ അവകാശം അല്ലാഹു നൽകട്ടെ, അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അതുപോലെ സഅദിനോടൊപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ അനിഷേധ്യ നേതാവായ, കണ്ണിലുണ്ണിയായ, ഞാൻ സംസാരിക്കുന്ന ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരുടെ ശഫാഅത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതായ പ്രവചനത്തിനെ ജീവിതത്തിൽ പകർത്തിയതായ സഹാബികളുടെ, താബിഈങ്ങളുടെ ചരിത്രം നീണ്ട പട്ടികയാണ്. അത് ഒരു ഉദാഹരണം മാത്രം ഇന്ന് മക്ക ഇമാമ് ഈ രണ്ട് വ്യക്തികളുടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നീ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നീ എന്നും ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്നാണ്. ആഖിറത്തിന് വേണ്ടി നീ അമൽ ചെയ്യേണ്ടത് നാളെ നീ മരിക്കാൻ പോകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ കൂടിയാണ്. നാളെ മരിക്കുമെന്ന് ഒരാൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര അമൽ ചെയ്യും, എത്ര ഒരുങ്ങും, എത്ര തയ്യാറെടുക്കും, ആ രൂപത്തിലാണ്. ദുനിയാവിലേക്കാകുമ്പോൾ എന്നും ജീവിക്കുന്ന ദുനിയാവാണ് എന്ന രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈത്തപ്പനയുടെ ഒരു മുള നടാൻ വേണ്ടി പരിശ്രമിക്കാൻ റസൂലുള്ളാഹിയുടെ കൽപ്പന ഉണ്ടായതുപോലെ ദുനിയാവിൽ എന്തെല്ലാം നന്മകൾ ജനങ്ങൾക്ക് ഫലം കിട്ടുന്നത് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ചെയ്യാൻ വേണ്ടി പാടുപെടുക. ഞാന് വയസ്സായില്ലേ, ഞാനൊക്കെ പ്രവർത്തിച്ച എന്താ ഫലം കിട്ടുക എന്ന് ആരും ചിന്തിക്കരുത് എന്ന അർത്ഥത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ താബിഈങ്ങൾക്ക് ശേഷം ജീവിച്ചതായ മഹാനാണ്. അതുപോലെ തന്നെ മഹാനായ ഷാഫി ഇമാമിന്റെ ഉസ്താദന്മാരിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സകലം പരിശോധിച്ച് നോക്കിയാൽ നാം ഞെട്ടിപ്പോകും. അദ്ദേഹത്തിന്റെ തർജ്ജമ വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഇൽമിൽ പരിശോധിച്ചാൽ ഇൽമിന്റെ എല്ലാ ഇനങ്ങളിലും ടോപ്പിലേക്ക് എത്തിയ വ്യക്തിയാണ്. ഇൽമുൽ ഹദീസിൽ പാണ്ഡിത്യം, ഇൽമുൽ തഫ്സീറിൽ പാണ്ഡിത്യം, ഇൽമുൽ അദബിൽ പാണ്ഡിത്യം, സാഹിത്യ ശൈലിയിൽ പാണ്ഡിത്യം, ഇൽമുൽ ഫിഖഹിൽ പാണ്ഡിത്യം, ഇതിലെല്ലാം പാണ്ഡിത്യത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കഴിവിന്റെ പരമാവധി എത്താൻ വേണ്ടി പരിശ്രമിച്ചതായ ഒരു മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. അതോടൊപ്പം അദ്ദേഹം ദുനിയാവിന്റെ കാര്യത്തിൽ അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. ജനങ്ങൾക്ക് സഹകരണം നൽകുന്ന വ്യക്തിയായിരുന്നു. അതിനുവേണ്ടി പാടുപെടാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നാം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി തന്നെ പറഞ്ഞതായ കേസറ്റുകളുടെ കാലഘട്ടത്തിൽ മദീനയിൽ സംഭവിച്ചിട്ടുണ്ട്. മദീനയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ടൈമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. മക്ക ഇമാമ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് സൂചിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം ഷജാഅത്തിലും അങ്ങനെ തന്നെ പേരെടുത്ത വ്യക്തിയായിരുന്നു. ഷജാഅത്ത് എന്ന് പറഞ്ഞാൽ ധീരത. ശത്രുക്കളുടെ മുമ്പിൽ പോരാടാൻ വേണ്ടി ധീരയോദ്ധാവായിട്ട് പൊറുക്കളത്തിൽ ഇറങ്ങുന്ന കാര്യത്തിലും പിന്നിലല്ലായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൽ ഓർമ്മിച്ചു കൂടിയിരുന്നു. അങ്ങനെ അമലുകളിൽ മുൻപന്തിയിലേക്ക് എത്തിയതായ വ്യക്തിയെ ഇന്ന് വരെ ലോകം സ്മരിക്കുന്നു, ലോകം പ്രശംസിക്കുന്നു. ലോകത്തിലുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ, മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മക്കയിൽ സംസാരിക്കുമ്പോൾ, മക്കയിൽ വെച്ചിട്ട് മക്ക ഇമാം ഖുതുബ ഓതുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നതായ മറ്റൊരു മഹാവ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അത് നമ്മുടെ സ്ത്രീകൾക്ക് പാഠമായിക്കോട്ടെ. മഹാദിയായ സുബൈദ റഹ്മത്തുള്ളാഹി അലൈഹ, ആ മഹാവ്യക്തിത്വം ആരാണ്? ഹാറൂൺ റഷീദിന്റെ ഭാര്യയാണ്. ഹാറൂൺ റഷീദിന്റെ ഭാര്യയായ സുബൈദ അവരാൽ സാധിക്കുന്ന രൂപത്തിൽ അന്നുള്ളതായ അവശർക്കെല്ലാം സമ്പത്തുകൾ, കഴിവിന്റെ പരമാവധി സഹകരണങ്ങൾ ചെയ്തത് കാരണത്താൽ ഇന്ന് വരെ ആ സ്മരണ നിലനിൽക്കുന്നു. അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ
സന്ദർഭത്തിൽ എത്രത്തോളം അവര് അന്നത്തെ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് സുബൈദ വെള്ളം എന്ന പേരിൽ ഒരു ചാലിട്ടൊഴുകുന്നതായ വെള്ളത്തെ അറഫയുടെ ഭാഗത്തിൽ നിന്നിട്ട് അവര് കുഴിച്ച് അവരുടെ കാലഘട്ടത്തിൽ അത് ആ വെള്ളത്തിനുള്ള തയ്യാറ് ചെയ്തു വെച്ചു. അവിടെ ഇപ്പോഴും പൈപ്പ് ചെയ്യുന്നതായ ഒരു വലിയ ടാങ്കിൽ കൂടി വെള്ളത്തെ സ്റ്റോക്ക് ചെയ്തിട്ട് ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ വിതരണം ചെയ്യുന്നതായ വെള്ളമായി മാറിയതായ ഇന്ന് വരെ സ്മരിക്കപ്പെടുന്നതായ ഒരു മഹാവെള്ളമാണ് സംസം വെള്ളം. കഴിഞ്ഞാൽ മക്കത്ത് ഏറ്റവും പ്രശസ്ത വെള്ളമായിട്ട് അറിയപ്പെടുന്ന വെള്ളമാണ് സുബൈദ വെള്ളം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വെള്ളം, ആ ചാലിട്ടൊഴുകുന്ന വെള്ളം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സുബൈദ റഹ്മത്തുള്ളാഹി അലൈഹ എന്ന ആ മഹാവ്യക്തിത്വമായിരുന്നു. ജാഫറിന്റെ മകളാണ് സുബൈദ. അതേ സമയത്ത് ഹാറൂൻ റഷീദിന്റെ ഭാര്യയാണ് സുബൈദ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. അവര് നല്ല ബുദ്ധിമതിയായിരുന്നു. ധാരാളം പ്രത്യേകതകൾ അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരെ കുറിച്ച് കാണാം. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, നാം ഇതുവരെ സൂചിപ്പിച്ചതായ ഈ അമലുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ സൂചിപ്പിക്കുന്ന ശൈലി എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇർകഉ, നിങ്ങൾ അല്ലാഹുവിന് റുകൂഅ് ചെയ്യുക, വസ്ജുദു, അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക, വഅബ്ദു റബ്ബക്കും, അവനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അവനുള്ളതായ ആരാധനയുടെ എല്ലാ ഇനങ്ങൾ, അറവാവട്ടെ, നേർച്ചയാവട്ടെ, സുജൂദാവട്ടെ, റുകൂആവട്ടെ, നമസ്കാരമാവട്ടെ, എന്തെല്ലാം ആരാധനയുണ്ടോ അതെല്ലാം അവന് നിങ്ങൾ നൽകുക, അവന് മാത്രം നൽകുക. ഉഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മകൾ ചെയ്യുക. അതാണ് മുഖ്യം. ഉഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മകൾ ചെയ്യുക. നമ്മുടെ വിഷയം അതാണല്ലോ, ഖൈർ, നന്മകൾ ചെയ്യുക. എന്നാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാവാം. എത്രയോ എത്രയോ അമലുകൾ ചെയ്തതായ വിഭാഗത്തിന്റെ ഫലങ്ങൾ ഇന്ന് വരെ നാം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ അമല് കാരണത്താൽ അവർ ചെയ്തതായ വഖഫിന്റെ ഫലം ഇപ്പോൾ മദീനയിൽ എത്രയോ പേര് പണ്ട് വഖഫ് ചെയ്തു പോയതായ ഭൂമിയിലൂടെ കെട്ടിടമുണ്ടാക്കി ആ കെട്ടിടത്തിലൂടെ ഇൽമു പഠിപ്പിക്കുന്നതായ സ്ഥാപനങ്ങളുണ്ട്, താമസിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് അതുപോലെ തോട്ടങ്ങൾ, അതുപോലെ എത്ര എത്ര ഖൈറായ കാര്യങ്ങൾ, നന്മകൾ ചെയ്തവരുടെ നന്മകൾ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, മാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅളമ അജ്റാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി എന്ത് നന്മ ചെയ്യുന്നുവോ അത് ഖൈറായിട്ട് അല്ലാഹു നിങ്ങൾക്ക് സൂക്ഷിച്ച് സംരക്ഷിച്ച് പരലോകത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി തരുക തന്നെ ചെയ്യും. തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ, അത് വളരെ നന്മയുള്ളതായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ എത്തിക്കും. വഅഅളമ അജ്റ, അതിന് തക്കതായ വളരെ പ്രതിഫലം, വലിയ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞതായ ആയത്തും ഇന്ന് മക്ക ഇമാം ഓതിയതായ കൂട്ടത്തിൽ പെട്ടതാണ്. ഈ വിഷയമാണ് ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തത്. മദീനയിൽ മഹാനായ ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയാണ് സംസാരിച്ചത്. അദ്ദേഹം അല്ലാഹു ചെയ്തതായ നിഅമത്തുകളിലേക്കാണ് സൂചന നൽകിക്കൊണ്ട് ആരംഭിച്ചത്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമ്മുടെ കൂടെയുള്ള സർവ്വ നിഅമത്തുകളും അല്ലാഹുവിന്റേത് മാത്രമാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ നിഅമത്തിനെ നമുക്ക് എണ്ണിക്ക് തീർക്കാൻ പറ്റുന്നതല്ല എന്ന ആയത്തുകളൊക്കെ അദ്ദേഹം ഓതിയ കൂട്ടത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു നമുക്ക് ദൈനംദിനം ഓരോ നിമിഷം ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അമലുകൾ നമ്മുടെ ഹാർട്ട് അടിക്കുന്നു എന്നത് തന്നെ വലിയ നിഅമത്താണ്. ആ ഹാർട്ട് മില്യൺ കണക്കിൽ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു നിമിഷം പോലും സ്റ്റോപ്പ് ആകുന്നില്ല. സ്റ്റോപ്പായാൽ നിന്റെ NOC വന്നു, നീ ഈ ലോകത്തോട് വിട വാങ്ങേണ്ടി വരുന്നു. അതാണല്ലോ ഹാർട്ടിന്റെ സ്ഥിതി. അതാണല്ലോ മരിക്കുന്നവരെ കുറിച്ച് ഹാർട്ട് ഫെയിലായി മരിച്ചു എന്ന് പറയപ്പെടാറുള്ളത്. ഹാർട്ട് പാസ്സാകുന്നത് കൊണ്ട് നാം ഇവിടെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം. റബ്ബുക്കും, അള്ളാഹുവിന്റെ ചോദ്യം നോക്കുക ഖുർആനിൽ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്ന നിഅമത്തുകളെ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാട്ടുന്നതെങ്കിലോ നിങ്ങൾക്ക് ഞാൻ നന്മ ചെയ്യൂല എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ്, എന്റെ ശിക്ഷ വളരെ കടുകട്ടിയുള്ളതാണ്, വളരെ ശക്തിയുള്ളതാണ്, വളരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത, സഹിക്കാൻ പറ്റാത്തതായ രൂപത്തിലുള്ളതായ വേദനാജനകമായതായ ശിക്ഷയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ഹദീസ് മദീന ഇമാം ഓതിയ കൂട്ടത്തിൽ കാണാം, ലൻ യദ്ഖുലൽ ജന്നത അഹദുൻ ബിഅമലിഹി, ആരും ഇവിടെ ഒരാൾക്ക്
അവന്റെ അമൽ കൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കുന്നതല്ല. അമൽ എന്താണ്? സ്വർഗത്തിലേക്ക് എത്താനുള്ളതായ മാധ്യമം മാത്രമാണ്. പക്ഷേ ഈ സ്വർഗത്തിലേക്കുള്ളതായ മാധ്യമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം നമ്മെ പൊതിയണം. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മെ പൊതിയാത്ത കാലത്തോളം നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ സാധിക്കുന്നതല്ല. ഹത്ത അന്ത യാ റസൂലല്ലാഹ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ദൂതരെ എന്ന് അവിടുന്ന് ചോദിക്കപ്പെട്ടു. ദൂതരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു അമലില്ലാതെ. ഹത്ത അന, എനക്കും അങ്ങനെ തന്നെയാണ്. ഇല്ല അയ്യതഗമ്മദനില്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ, വലയം ചെയ്തിട്ടില്ലെങ്കിൽ, അനുഗ്രഹം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ എനക്കും സാധിക്കുകയില്ല എന്ന് നമ്മുടെ കണ്ണിൽ ഉണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയെ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്നതും ആ പരീക്ഷണത്തിലൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്നിട്ട് നമ്മെ അള്ളാഹു മോചിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നതും റസൂലുള്ളാഹി പറഞ്ഞതായ മറ്റൊരു ശൈലിയാണ് ഹദീസിലൂടെ. അതും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഹത്താ യൽഖല്ലാഹ് വമാ അലൈഹി ഖതിഅ, മുഅ്മിനിൽ എപ്പോഴും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പരീക്ഷണം, പരിസരത്തിൽ നിന്നിട്ടുള്ള പരീക്ഷണം, ശകാരം, ചീത്ത, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നുള്ളതായ പരീക്ഷണം, എന്തെല്ലാം പരീക്ഷണങ്ങൾ, അതെല്ലാം ക്ഷമ കൈകൊണ്ട്, അതിനെയെല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊണ്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദോഷം കഴുകി 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 കഴുകി. നമ്മുടെ ദോഷത്തിന് അറ്റമില്ലല്ലോ. നമുക്ക് എണ്ണിപ്പറയാൻ പറ്റാത്ത ദോഷങ്ങളാണ്. എണ്ണിപ്പറയാൻ പറ്റുന്നത് നാം സൽക്കർമ്മം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അത്രയും കൂടുതൽ ദോഷങ്ങളാണ് നമ്മുടെ ദോഷങ്ങൾ. ആ ദോഷങ്ങൾ കഴുകി കിട്ടാനുള്ള മാർഗം എന്താണ്? പരീക്ഷണങ്ങളാണ് എന്നതാണ്. റസൂൽ പറയുന്നു, മുഹമ്മദ് ഇബ്നു ഖാലിദ് സുലമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില ഫലം യബ്ലുഗ്ഹാ ബിഅമലിഹി, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ഗ്രേഡിലേക്ക് എത്താൻ മുൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിൽ ആ തീരുമാനിച്ചതായ ആ ഗ്രേഡിലേക്ക് അവന്റെ അമലിലൂടെ അവൻ എത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു കാണുകയാണെങ്കിൽ, അള്ളാഹുവിന് അറിയുന്ന കാര്യമാണ്, പക്ഷെ പ്രവർത്തനത്തിലൂടെ അള്ളാഹു കാണുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അവന് ബല ഉണ്ടാക്കും, പരീക്ഷണങ്ങൾ ഉണ്ടാക്കും. ഒന്നിരിക്കലോ ഭാര്യയിലൂടെ, അല്ലെങ്കിൽ മക്കളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിസരത്തിലൂടെ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരു പക്ഷേ രോഗം, കുട്ടികൾക്ക് മാരാരോഗം, കുട്ടികളുടെ ജീവിതത്തിലുള്ളതായ സമീപന രീതിയിൽ, അവരോടുള്ളതായ പെരുമാറ്റ രീതിയിൽ നല്ല രീതിയല്ലാതായി മാറുക, ഇതൊക്കെ പരീക്ഷണത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയെ പരീക്ഷിക്കും. എന്തിലൂടെ? പരിസരത്തിലുള്ളവരിലൂടെ, സമ്പത്തിലൂടെ, ജസദിലൂടെ, അവന്റെ ശരീരത്തിലൂടെ, അതുപോലെ തന്നെ കുട്ടികളിലൂടെ. ഇതിലെല്ലാം സുമ്മ സബറ, എന്നിട്ട് അവൻ ക്ഷമ കൈകൊള്ളുകയും ചെയ്താൽ ഹത്താ യബ്ലുഗൽ മൻസിലത്തല്ലതി സുബിഖത ലഹു മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അവന്റെ മുൻ തീരുമാനമനുസരിച്ച് അള്ളാഹുവിനെ ഉയർത്താൻ തീരുമാനിച്ച ആ സ്റ്റാൻഡേർഡിലേക്ക് അതിലൂടെ അവൻ എത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹീഹാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാക്കിയിട്ടുണ്ട്. അതെ, അപ്പോൾ നമുക്ക് എത്രയെത്ര ചാൻസുകൾ നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നു. ആ ചാൻസുകളെയെല്ലാം നാം നഷ്ടപ്പെടുത്താതെ അത് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതുകൂടി മദീന ഇമാം ഉണർത്തുകയുണ്ടായി. എന്ന് മദീന ഇമാം സംസാരിച്ചപ്പോൾ ഖുത്ബയുടെ അവസാനത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഭാഗമാണ് നാം ഇപ്പോൾ വിട്ടുകടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു മഹാപരീക്ഷണം. വർഷം പൂർത്തിയാവാൻ പോവുകയാണ് ഈ പരീക്ഷണത്തിൽ. ഈ പരീക്ഷണത്തിന്റെ രൂപം നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലാണ് അതിപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു അത് ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യട്ടെ. ആ രോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിൽ നിന്നിട്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആ രോഗം സൗദി അറേബ്യയിൽ വളരെ വളരെ ചുരുങ്ങി വരികയാണ്. അറബ് രാഷ്ട്രത്തിൽ മൊത്തത്തിലും ചുരുങ്ങി വരികയാണ്. അതേസമയത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും മറ്റു രാഷ്ട്രങ്ങളിലുമെല്ലാം നാം പരിശോധിച്ചാൽ അവിടെ വർദ്ധിച്ചു വരുന്നു. അത് പുതിയ രൂപത്തിൽ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും, അത് സമ്പന്ന രാഷ്ട്രമാവട്ടെ, വൻ രാഷ്ട്രങ്ങളാവട്ടെ, ദാരിദ്ര്യ രാഷ്ട്രങ്ങളാവട്ടെ, എല്ലാവരും ഖേദത്തിലാണ്, എല്ലാവരും പ്രയാസത്തിലാണ്, എല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാവരും തല പുകപ്പിച്ച് ചിന്തിച്ചിട്ട് ഒരു റിസൾട്ട് എത്താത്തതായ ഒരു മഹാപരീക്ഷണത്തിലാണ്. ഇത് അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിന്റെ കഴിവിന്റെ ചെറിയ ചെറിയ ചെറിയൊരു ഭാഗം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇത്രയും പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ഇതിന്റെ അന്ത്യം എന്താണ്? എപ്പോൾ അന്ത്യം കുറിക്കും? ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇതൊന്നും നമുക്കറിയുകയില്ല, നമ്മുടെ അറിവിൽപ്പെട്ടതല്ല. അതൊക്കെ അള്ളാഹുവിന്റെ വൻശക്തനായ, നമ്മുടെ മുഹൈമിനായ, നമ്മെ അടക്കി ഭരിക്കുന്നവനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന്റെ ഇൽമിൽ മാത്രമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്.
നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളയാണെങ്കിൽ നിങ്ങളെ ആശ്രയിക്കേണ്ടവരല്ല, അവൻ ഗനിയാണ് നിങ്ങളെ തൊട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ആരുടെയും ആവശ്യം അള്ളാഹുവിനില്ല. ജിബ്രീലിന്റെ ആവശ്യവുമില്ല, മീകായിലിന്റെ ആവശ്യവുമില്ല, ഇസ്രാഫീലിന്റെ ആവശ്യവുമില്ല. എല്ലാവരും അടിമകളാണ്. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ വൻശക്തന്മാരാണ് അവരൊക്കെ. അവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ അവരെല്ലാം നശിപ്പിക്കുകയും ചെയ്യും, അവരെല്ലാം വീണ്ടും പുനർജീവിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിടെ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നവനാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹു ചെയ്യുന്നതിനെ ചോദിക്കപ്പെടുകയില്ല. വഹും യുസ്അലൂൻ. അവരോടാണ് ചോദിക്കപ്പെടുക എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു റസൂൽ പറയുന്നു, നിഅമതാനി മൗമൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. മക്ക ഇമാം ഓതിയതായ ഹദീസിന്റെ അകത്ത് ഉൾക്കൊണ്ടതായ തത്വത്തിലുള്ളതായ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കേൾക്കുന്നതായ സഹിഹായ ഹദീസ്. അതെന്താണ്? രണ്ട് അനുഗ്രഹങ്ങൾ, അതിന് നൽകേണ്ടതായ അവകാശം നൽകാതെ ജനങ്ങൾ പരാജയത്തിലാണ്, ജനങ്ങൾ നഷ്ടത്തിലാണ്. അസ്സിഹത്തു ആരോഗ്യം, വൽ ഫറാഗ് അതുപോലെ തന്നെ ഒഴിവ്. ഈ രണ്ട് നിഅമത്തുകൾ അള്ളാഹു ചെയ്തതായ വിശാലമായ നിഅമത്താണ്. അതിലൂടെ അതിനെ ജനങ്ങളിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അവർ നഷ്ടത്തിലും ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതാണ് കവി പറഞ്ഞത്, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ. ഒഴിവ് എന്ന് പറയുന്നതും യുവത്വം എന്ന് പറയുന്നതും വൽജദ ഐശ്വര്യം എന്ന് പറയുന്നതും ഇത് മഫ്സദത്തുൽ മർഇ, അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യനെ നഷ്ടപ്പെടാനും നാശത്തിലേക്ക് എത്താനും പറ്റുന്നതായ മഹാമാധ്യമങ്ങളാണ് ഈ മൂന്നെണ്ണം. അതിനേക്കാളും വലിയ നഷ്ടം വേറെ വരുന്നതല്ല. അത്രയും വലിയ നഷ്ടത്തിലേക്കാണ് അവൻ എത്തുക. ശബാബിനെ ഉപയോഗപ്പെടുത്തി അള്ളാഹിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ, ഒഴിവിനെ ഉപയോഗപ്പെടുത്തി അള്ളാഹിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ, അത് ദുനിയാവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ഐശ്വര്യത്തിനെയും ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്നർത്ഥം. അതുകൊണ്ട് റസൂൽ തുടർന്നു, നിനക്ക് ഫലമുള്ളത് എന്തുണ്ട് അത് നീ ചെയ്തു തീർക്കാൻ വേണ്ടി നീ പാടുപെടുക. അള്ളാഹുവിന്റെ സഹായത്തെ നീ വീക്ഷിക്കുകയും നീ ആവശ്യപ്പെടുകയും ചെയ്യുക അള്ളാഹുവിനോട്. നാം പറയുന്നല്ലോ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക. ആ സഹായാർത്ഥന എപ്പോഴും നീ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തെല്ലാം ഇവിടെ ഫലം കിട്ടുന്ന കാര്യമുണ്ട് ദുനിയാവിൽ, അത് ദുനിയാവിന്റെ കാര്യമാവട്ടെ പരലോകത്തിന്റെ കാര്യമാവട്ടെ, അത് ചെയ്തു തീർക്കാൻ വേണ്ടി നീ മനക്കെടുക, നീ അതിൽ അലച്ച വെക്കുക, നീ അത്യാഗ്രഹം പുലർത്തുക. വലാ തഅജസ്, നീ മടി കാട്ടിയും കൊണ്ട് അതിൽ മുഷിഞ്ഞവരായി മാറരുത്, അത് ചെയ്യാത്തവരായി മാറരുത്, അതിൽ ശേഷികെട്ടവരായി മാറരുത്. അപ്പോഴാണ് അറബി ഭാഷയിൽ സെൽബിയായി മാറുക. നീ ഇജാബിയായിരിക്കണം, നീ പോസിറ്റീവിന്റെ ഉടമയായിരിക്കണം, നെഗറ്റീവിന്റെ ഉടമയായി മാറരുത് എന്ന അർത്ഥത്തിലേക്ക്. അതെ, അപ്പോൾ നമുക്ക് എത്ര ശക്തികൾ നമുക്ക് അല്ലാഹു നൽകുന്നു. ആ ശക്തി ചില സമയത്ത് മാത്രം ഉണ്ടാകുന്നു. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ സമയം നമ്മളോട് വിട വാങ്ങുമ്പോൾ ആ ശക്തി നഷ്ടപ്പെടുന്നു. അത് ആരോഗ്യമാവട്ടെ കാശാവട്ടെ എന്തായിരുന്നാലും വിരോധമില്ല. പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ദുനിയാവിന്റെ കാര്യമാകുമ്പോൾ എത്ര ഖേദിച്ചാലും വലിയ പ്രയാസമില്ല നമുക്ക് തോന്നും. പക്ഷേ പരലോകത്തിന്റെ കാര്യത്തിലാണ് നാം നഷ്ടപ്പെടുത്തിയതെങ്കിൽ, റസൂല് പറഞ്ഞതുപോലെ ചാൻസുകളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പരലോകത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. പരാക്രമി അവന്റെ രണ്ട് കൈകടിക്കും, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകടിക്കുന്ന കാലം വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാലം വരുന്നതിന് മുമ്പ്, അങ്ങനെയുള്ള നിമിഷം ഹാജരാകുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിയുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച്, റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടതുപോലെ ജീവിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ വേണ്ടി നാം പാടുപെടാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് മദീന ഇമാമും ചർച്ചക്കെടുത്ത വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദരന്മാരിൽ നിന്നിട്ട് അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ, അവരുടെ കഷ്ടതകളെ അകറ്റട്ടെ, അവരുടെ രോഗങ്ങളെ മാറ്റട്ടെ.
മാറ്റട്ടെ, അവരുടെ കൂട്ടത്തിൽ കടമുള്ള കടങ്ങൾ വീട്ടട്ടെ, അവരുടെ കൂട്ടത്തിൽ രോഗമുള്ള രോഗത്തെ മാറ്റട്ടെ, അവരുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബത്തിൽ പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ കബറുകളെ സ്വർഗ്ഗത്വമാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ യുഗത്തോട് അഥവാ കൊറോണ യുഗത്തോട് പ്രയാസപ്പെട്ട് നാം ജീവിക്കുന്നതായ ഈ യുഗത്തോട് പെട്ടെന്ന് വിടവാങ്ങാൻ ലോകത്തിന് ആസകലം പ്രത്യേകിച്ച് ഉമ്മത്ത് മുസ്ലിമേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.